അവളെ എഴുന്നേക്കും. ലക്ഷ്മി മോളെ. അതെ, ഞാൻ അന്നേരം ബോധം കിട്ടില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു എല്ലാവരുടെയും ബോഡി നിരന്നങ്ങ് ഹാളിൽ ഉരുളുന്നത്. അല്ല, ഞാൻ ആലോചിക്കണതല്ല, അമ്മയുടെ സ്വഭാവം ഇത്ര പെട്ടെന്ന് മാറാൻ കാര്യം എന്തെന്നാ? എന്ത് കാരണം? നമ്മളെ തീർക്ക അത്ര. ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഇതിന് എന്തോ ഒരു പേരിട്ട് വിളിക്കുകയും ചെയ്തല്ലോ ഈ അസുഖത്തിന്. അസുഖത്തിന്റെ പേരിലാകുമ്പോ കേസും ഇല്ല വഴക്കുമില്ല, എന്തോ ആവാലോ. അല്ലല്ല, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ ചർച്ച ചെയ്ത് കൂട്ടല്ലേ. ഞാൻ ഒരു കാര്യം പറയാം. കൊച്ചമ്മയ്ക്ക് ഇപ്പോൾ ഒരു മുൻദേഷ്യം വന്നു, അതാണ് വിഷയം. ഫോണിൽ വന്ന്, അതായത് ഫോണിൽ ആരെടുത്തോ സംസാരിച്ചതിന് ശേഷമാണ് ഇങ്ങനെ എല്ലാം സംഭവിച്ചത്. ഞാൻ നോക്കുമ്പോൾ കൊച്ചമ്മ ഇങ്ങനെ ഫോൺ നോക്കിയിരിക്കുന്നു. പെട്ടെന്ന് അങ്ങ് മുഖമൊക്കെ തോടിച്ചങ്ങ്, അതായത് അങ്ങ് ചുമന്ന് തുടുത്ത് മുൻദേഷ്യം അങ്ങോട്ട് വന്നിട്ട് പെട്ടെന്ന് തറയിലിറങ്ങി അങ്ങ് പൊട്ടിക്കായിരുന്നു. ഇതാ സംഭവിച്ചത്. അതിന് നമ്മളോട് എന്തിനാ ചാടിക്കളിക്കുന്നേ? അല്ല അതിപ്പം അല്ല, പക്ഷെ ഞാൻ ഇപ്പൊ പോയി നോക്കിയപ്പോഴേ ആരെടുത്തോ സൗമ്യമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. സൗമ്യ? പഴുകുട്ടിയുടെ സൗമ്യ ഇല്ല. എല്ലാ പെണ്ണുങ്ങളെ അറിയല്ലേ? പിന്നെ ആര് സൗമ്യ? സൗമ്യമായിട്ട് ശാന്തതയോടെ സംസാരിച്ചോണ്ടിരിക്കണം. എന്നാലും എന്തായിരിക്കും കാര്യം? എന്തായിരുന്നാലും നോക്കാം. അതുവരെ നമ്മൾ ക്ഷമിച്ചേ പറ്റൂ. 2 ദിവസം നമ്മുടെ ശരിക്കും നല്ല മുൻകരുതലോടെ ഇരിക്കണം. ഓ, അത് നോക്കാം. പിന്നെ ആരാണടി നീയൊക്കെ സുഹാസിനെ പാഠം പഠിപ്പിക്കാൻ കൂടാരത്തിൽ നിന്ന് പുറത്താക്കിയത്? ഓ, വലിയ സംഭവല്ലേ. അതോടുകൂടി ജീവിതം ഇല്ലാതാവും സുഹാസിനയുടെ. എന്താ ഈ കൂടാരം? നിങ്ങളുടെയൊക്കെ ഈ ജാട ഉണ്ടല്ലോ, കൈ വെച്ചിരുന്നാ മതി. സുഹാസിനെ ആരാണെന്ന് നിനക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. കൂടാരം പോലും. ഒരു കാര്യം മാത്രം മനസ്സിൽ വെച്ചോ, പണി വരുന്നുണ്ട് 2 എണ്ണത്തിനും. അല്ല, അതൊക്കെ അങ്ങ് വഴി അറിഞ്ഞാ മതി. മതി 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 കേട്ടോ. വെച്ചിട്ട് പോവേണ്ട പിള്ളേ ഫോണ്. അല്ലമ്മ, എന്താ പ്രശ്നം? എന്താ നീ വന്നിട്ട് ഇതുവരെ കുളിച്ചില്ലേ? ഞാൻ കുളിച്ച്. കണ്ടേച്ചാലും മതി. അല്ലമ്മ, അമ്മ നേരത്തെ എന്തിനീ തോക്കൊക്കെ എടുത്ത് ഇത്രയും സീനൊക്കെ ഉണ്ടാക്കാൻ പോയത്? തോക്കല്ല, ചിലപ്പോ പീരങ്കി വരെ എടുത്തതിരിക്കും. ഓ, നിക്കണ അവിടെ. അവിടെ എന്താ അമ്മ? പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ടൊരു കാര്യം നിന്നോട് ചോദിക്കാനുണ്ട്. നിനക്കോ നമ്മുടെ മാനേജർ ഉണ്ണിക്കോ ഈ ലോക്കൽസുമായിട്ട് പരിചയമുണ്ടോ? ലോക്കൽസ്? അല്ല, എന്തിനമ്മ? എടാ, ഈ കൊട്ടേഷൻ സംഘങ്ങളുമായിട്ടൊക്കെ വല്ല പരിചയമുണ്ടോ? കൊട്ടേഷനായിട്ട് അമ്മ കാര്യം എന്തോന്ന് പറ. എനിക്ക് 2 എണ്ണത്തിനെ വക വരുത്താനുണ്ട്, മനസ്സിലായോ? അമ്മ ഇത് എന്തോന്നൊക്കെയാ പറയണേ? എനിക്കൊന്നും മനസ്സിലാവണില്ല. അമ്മ, അമ്മ കരയണ്ട. എന്താ കാര്യം? അയ്യോ അമ്മേ, എന്താ അമ്മ കാര്യം? എന്താ അമ്മ കാര്യം? അമ്മ കാര്യം പറ. അമ്മ, അമ്മയുടെ മനസ്സ് നോവിച്ച ആരാണെങ്കിലും കൊട്ടേഷൻ ടീം ഒന്നും വേണ്ട, നമ്മൾ തന്നെ ധാരാളം. കൊച്ചമ്മ പറ, തല വെട്ടണോ കാല് വെട്ടണോ? ഒരു വാക്ക് പറഞ്ഞാ മതി. തലേക്കാലം ഒന്നും വെട്ടണടാ, തൽക്കാലം ഒന്ന് വരട്ടി വിട്ടാ മതി. ഇല്ല, ഞാൻ വെട്ടും. എന്റെ കൊച്ചമ്മയുടെ കണ്ണ് നനച്ച ഏത് ദുഷ്ടനായിരുന്നാലും ശരി, അവന്റെ കാല് വെട്ടും. അതും ഇന്നേക്ക് 3-ാം നാൾ. ഇത് സത്യം സത്യം സത്യം. ഇനി അമ്മ കാര്യം പറഞ്ഞു. എന്നെ കൂടാരത്തിൽ നിന്ന് പുറത്താക്കി പോലെ. അത് കൂടാരത്തിന്ന് കൊച്ചമ്മ. അങ്ങനല്ല, 69 SSLC ബാച്ചില്ലേ, അവരെയൊക്കെ കൂടെ വെച്ചോണ്ട് ഞാൻ കൂടാരത്ത് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ്. അതേതാ 2 അഡ്മിന്മാർ ഇപ്പൊ എന്നെ പിടിച്ച് പുറത്താക്കിയാണ്. ഇതാണോ കാര്യം? അമ്മ എന്തെങ്കിലും തെറ്റ് ചെയ്തതാണ്, അതാണ് അവർ പുറത്താക്കിയത്. അയ്യോ ബോഡി, അങ്ങനെയൊന്നും പറയാതെ. ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തില്ല മോനെ. നമ്മുടെ കൂട്ടത്തിലുള്ള വിജയലക്ഷ്മി കൗൺസിലറായി. അപ്പൊ എല്ലാവരും വിജയലക്ഷ്മിയുടെ ഫോട്ടോ വെച്ചിട്ട് താഴെ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങൾ എന്നിങ്ങനെ എഴുതി. ഞാനും അതുപോലെ ഫോട്ടോ വെച്ച് എഴുതിയപ്പോ അറിയാതെ തെറ്റിപ്പോയി ആദരാഞ്ജലികൾ എന്നായിപ്പോയി. സ്വാഭാവികം. അയ്യോ, അതിനാണ് ആ 2 പെണ്ണുങ്ങൾ അഡ്മിൻ എന്നെ പിടിച്ച് പുറത്താക്കിയത്. സ്വാഭാവികം. അയ്യോ, എനിക്ക് വയ്യ എന്റെ മോനെ. ആ 2 പെണ്ണുങ്ങളെ നീ ഒരു കാലത്ത് വെറുതെ ഇവിടെ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ആരാണെന്ന്. കണ്ടോ? അയ്യോ, കാലും തലയും വെട്ടണേ മുത്തോന്ന്. നല്ല പണി കൊടുക്കണം.
ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.